ഹായ് വെൽക്കം ബാക്ക്. ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐസ്ക്രീമിൻ്റെ ബോക്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. ഇപ്പം നമ്മൾ ഇതുപോലെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലുള്ള ചെറിയ ടിന്ന് കിട്ടാറുണ്ട്. നമ്മൾ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാനായിരിക്കും സാധാരണ ഇത് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് ഇട്ട് വെക്കാനല്ല, നല്ലൊരു അടിപൊളി ഐഡിയ ഉണ്ട് ഇത് വെച്ച്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ അത്യാവശ്യം വലിയ എനിക്ക് തോന്നുന്നു 1 ലിറ്റർ ആണെന്ന്, 1 ലിറ്ററിൻ്റെ ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ ഇത് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിൽ അടിക്കാൻ പോകുന്നതും ബ്ലാക്കാണ്. ഇതിൽ കൂടുതലുള്ള ഷെയ്ഡും ബ്ലാക്ക് ആണല്ലോ. അപ്പം നമുക്ക് ബ്ലാക്ക് കളർ തന്നെ യൂസ് ചെയ്താൽ കുറച്ച് പണി കുറവായിരിക്കും. അപ്പോൾ ഒന്ന് നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ ബ്ലാക്ക് കളർ വെച്ചിട്ട് നന്നായിട്ട് അടിക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു ബ്രഷ് എടുത്തിരിക്കുന്നത് അക്രലിക് കളറാണ്, ബ്ലാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ വൈറ്റ് കളർ ഐസ്ക്രീമിൻ്റെ ബോക്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈറ്റിനോട് മാച്ചായ കളർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, ബ്ലാക്ക് യൂസ് ചെയ്യുന്നതിനേക്കാളും. അപ്പോൾ ഇത് ഫുള്ള് ബ്ലാക്ക് കളർ കവർ ചെയ്ത് കൊടുക്കണം. സിമ്പിളായിട്ട് കുറച്ച് വലിയ ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കളർ ചെയ്യാൻ പറ്റും. അല്ല, നിങ്ങളിപ്പം നിങ്ങളിങ്ങനെ ബ്രഷ് ഇങ്ങനെ അടിക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ സ്പ്രേ പെയിൻറ്റ് വാങ്ങിക്കാൻ കിട്ടും. സ്പ്രേ പെയിൻ്റ് ആണെങ്കിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഫുള്ള് അടിച്ചെടുത്താലും മതിയാവും. അപ്പോൾ എന്തായാലും എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ ആ വക്ക് ഭാഗത്തിലൊന്നും നമ്മൾ അടിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ഓൾറെഡി ബ്ലാക്ക് ആണ്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ഇത് വെച്ചിട്ട് ചെയ്യുന്നത്. നല്ല ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നമ്മൾ മുകളിലേക്ക് വേറെ എന്തെങ്കിലും ഷെയ്ഡോ പെയിൻറ്റോ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ആകെ വൃത്തികേടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് വെയിലത്ത് വെച്ച് ഉണക്കിയാൽ തന്നെ അക്രിലിക് പെയിൻറ്റ് നന്നായിട്ട് ഉണങ്ങി കിട്ടും. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പെയിൻറ്റ് അടിച്ചിട്ടില്ല, ഉള്ളിൽ പെയിൻറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതിന് മുമ്പായിട്ട് ഒരു ഡിസൈൻ തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു കാർഡ്ബോർഡ് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഈ കാർഡ്ബോർഡ് പീസിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വരയ്ക്കാൻ പോകുന്നത് ഒരു ഇലയുടെ ഒരു ഡിസൈനാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വരയ്ക്കാൻ ഞാൻ സിമ്പിളായിട്ട് എനിക്ക് എളുപ്പമെന്ന് തോന്നിയ ഒരു ഡിസൈൻ വരയ്ക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഫ്ലവർ വരയ്ക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അത് വരയ്ക്കാം കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു ലീവിൻ്റെ ഡിസൈൻ ആകുമ്പം ഈസിയാണെന്ന് തോന്നി. അപ്പം നമ്മൾ എന്താണ് വെക്കുന്നത് അനുസരിച്ചിട്ട് വേണം വരയ്ക്കാം. അപ്പം നന്നായിട്ട് വരച്ചെടുക്കുക. നന്നായിട്ടല്ല, എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഉൾഭാഗം സൈഡൊന്നും പോവാതെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റെൻസിൽ പോലെ കിട്ടിയിട്ടുണ്ട്, കട്ടിയുള്ള ഒരു പേപ്പറിൻ്റെ പീസ് ആയതുകൊണ്ട് തന്നെ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഈ ഡിസൈനാണ് നമ്മളിതിലേക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പം നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം ഡിസൈൻ കൊടുക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു പേപ്പർ കൂടാതെ നമുക്കിതുപോലെ ഒരു സ്പഞ്ചിൻ്റെ ഒരു ചെറിയ പീസും വേണം കേട്ടോ. നമ്മൾ അടുക്കളയിലൊക്കെ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന സ്പഞ്ചിൽ നിന്ന് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഈ ഒരു പേപ്പറിൻ്റെ പീസ് നന്നായിട്ട് വെക്കുക. അപ്പോൾ നന്നായിട്ട് ഇരിക്കില്ല ചില സമയത്ത്. അപ്പോൾ നന്നായിട്ട് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് 2 സൈഡും നന്നായിട്ട് ഒട്ടിച്ചാൽ കറക്റ്റ് ഫിറ്റായിട്ട് ഇരിക്കും. പിന്നെ സെല്ലോ ടേപ്പ് വെക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ചിലപ്പോൾ നമ്മൾ സെല്ലോ ടേപ്പ് ഇളക്കുന്ന സമയത്ത് ഈ പെയിൻറ്റ് കൂടെ ഇളകി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം വെക്കാൻ കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഗ്രീൻ കളർ അക്രിലിക് പെയിൻറ്റ് സ്പഞ്ചിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്കൊന്ന് പുരട്ടുവാണ്. ഒരുപാട് ഒലിക്കുന്ന രീതിയിൽ എടുക്കരുത്, ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ പതിയെ പതിയെ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. ഈ ഡിസൈൻ ഇതിലേക്ക് ആകും. അപ്പം ഇത് വേറെ വരച്ചു കൊടുക്കണമെന്നുള്ളവർക്ക് വരച്ചു കൊടുക്കാം. ഇത് വരയ്ക്കാനൊന്നും അറിയാത്തവർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ആണ്. അപ്പോൾ ഫുള്ള് ഞാൻ ആ ഒരു ഇലയുടെ പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിത് പതിയെ അകത്തോട്ടൊന്നും ആവാത്ത രീതിയിലാണ് ചെയ്യുന്നത്. അത് ഫുള്ള് കവർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് ഇളക്കാൻ പോകുന്നത്. അപ്പം ഇത്രയും മതിയാവും. ഒരു ഇല റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഞാനിപ്പോൾ ഇത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഇതിന് ചുറ്റുമായിട്ട് എത്ര ഇല വേണമെന്ന് വെച്ചാൽ അത് ചെയ്യുക. നമ്മൾ ഈ ഇല ഇങ്ങനെയല്ല കേട്ടോ, നമ്മളിതിൽ കുറച്ച് പരിപാടിയൊക്കെ ചെയ്ത് അടിപൊളിയാക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ള് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെല്ലോ ടേപ്പ് ഒട്ടിച്ച ഭാഗത്ത് ഇവിടെ കുറച്ച് പെയിൻറ്റ് പോയിട്ടുണ്ട്, അത് നമുക്ക് പിന്നെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം ഇപ്പോൾ 4 ഇലയാണ് ചെയ്തത്. അതിൻ്റെ കൂടെ ഞാൻ യെല്ലോ പെയിൻറ്റ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് ഇലയാണെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് യെല്ലോ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് തന്നെയാണ് ജസ്റ്റ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇലയുടെ ഷേപ്പൊക്കെ വന്നുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭംഗി കാണില്ല നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇതുപോലെ ഉണക്കിയെടുക്കണം. നന്നായിട്ട് ഡ്രൈ ആവണം കേട്ടോ. ഇതൊന്ന് 10 മിനിറ്റ് വെയിലത്ത് വെച്ചാൽ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുന്നതാണ്. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ ഇനി ഇതിൽ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഹോൾ ഇടണം. അപ്പോൾ എങ്ങനെയാണ് ഹോൾ ഇടുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കറക്റ്റ് മിഡിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഹോൾ ഇടാൻ ഞാനിപ്പോൾ കത്തിയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്കൊന്ന് കുത്തി കൊടുത്താൽ മതി, നല്ല വട്ടത്തിനുള്ള ഹോൾ വീണോളും. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്നൊരു കത്തി വെച്ചിട്ട് ഒരു ഹോൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. കറക്റ്റ് മിഡിലാവാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വേണ്ടത് കയറാണ്. ഞാനിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കയറാണ് എടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് വേണമെന്നില്ല, ഏത് ടൈപ്പ് കട്ടി കുറഞ്ഞ കയറും എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ തുണിയുടെ പീസ് എടുത്താലും മതിയാവും.
ഇനി ഇതുപോലെ ഒരു കയറുകൾ ഇങ്ങനെ ഒരേ അളവിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരുമിച്ച് വെക്കുക. ഇതിപ്പോൾ 4 കയറുണ്ട് കേട്ടോ. 4 കയറും ഒരേ നീളത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരേ നീളത്തിന് എടുത്തതിന് ശേഷം ഈ 4 എണ്ണവും ഒരുമിച്ച് വെച്ചതിന് ശേഷം ഈ ഹോളിലൂടെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. അപ്പോൾ 4നും ഒരേ നീളമാവാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ശരിയാക്കി എടുക്കാം. ഇനി നമുക്കിതിൻ്റെ 4ഉം കൂടെ ചേർത്ത് കറക്റ്റ് വെച്ചതിന് ശേഷം ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ കെട്ടിട്ട് കൊടുക്കുമ്പോൾ അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡ് ഒന്ന് ഒരു തീ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊള്ളിച്ചു കൊടുത്താൽ മതിയാവും, എങ്കിൽ ഇത് ഇളകി പോകില്ല. സാധാരണ പ്ലാസ്റ്റിക് കയർ കെട്ടുന്നവർക്ക് അറിയാമായിരിക്കുമല്ലോ, അങ്ങനെ തീ വെച്ചിട്ടൊന്ന് ചൂടാക്കാറുണ്ട്, അപ്പോൾ കറക്റ്റ് ഇളകി പോകാതെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. ഇതുപോലെ കെട്ടിട്ട് ഞാനിപ്പോൾ തീ വെച്ചിട്ട് ഒന്ന് പൊള്ളിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ അതിൻ്റെ 4 കയറിൻ്റെ 4 പീസും ഒരുപോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇനി 2 പീസ് ഒരു സൈഡിലായിട്ടും 2 പീസ് മറ്റേ സൈഡിലായിട്ടും വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന കെട്ട് ശരിയായാൽ മാത്രമേ കറക്റ്റ് ഇത് ഹാങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 പീസ് ഇതാ ഇങ്ങനെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ആദ്യം ഒന്ന് കൈ കൊണ്ട് പിടിച്ച് നോക്കുക. അതുപോലെ തന്നെ ആ ബേസ് ഭാഗത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കെട്ടിടുന്നത്. ആ ബേസ് കഴിഞ്ഞ അത്രയും ഭാഗം വിട്ടതിന് ശേഷം ഈ 2 കയറും കൂടെ ചേർത്തിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക. നമ്മൾ ഈ ഒരു പാത്രത്തിൻ്റെ അടിഭാഗം നോക്കണം, അടിഭാഗത്ത് തട്ടി നിൽക്കുന്ന രീതി കെട്ടിടരുത്. അടിഭാഗം കഴിഞ്ഞതിന് ശേഷം ഉള്ള ഭാഗം കെട്ടിട്ട് കൊടുക്കുക. നന്നായിട്ട് ടൈറ്റാക്കി കെട്ടിടുക. അതാ ഇപ്പോൾ കെട്ട് വന്നത് കണ്ടോ, ഇവിടെയാണ്. ആ അടിഭാഗത്ത് വെക്കുമ്പോൾ ഈ കെട്ട് തട്ടരുത്, ആ ഒരു രീതിയിലാണ് കെട്ടിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡും കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ 2 കെട്ടും ഏകദേശം ഒരളവിലാവാൻ ശ്രദ്ധിക്കണം കേട്ടോ. കറക്റ്റ് ഇതാ ഇങ്ങനെ വളച്ച് വയ്ക്കുമ്പോൾ ഇവിടെ വരുന്ന രീതിയിൽ 2 കെട്ടുമായിട്ടുണ്ട്. ഇനി ഈ 2 കെട്ടിയതിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കയറും മറ്റേ സൈഡിൽ നിന്ന് ഒരു കയറും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇവിടെയും കൂടെ കെട്ടുക. അപ്പോൾ മനസ്സിലായല്ലോ, നമ്മൾ ആദ്യം 2 കയറ് കെട്ടി വെച്ചു. ഇനി മറ്റതിൽ നിന്ന് 2നും ഓരോന്നെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി വെച്ചിട്ടുണ്ട്. ഇതുപോലെ കണ്ടോ. ഇനി ഇതുപോലെ തിരിച്ചെടുക്കുക. വീണ്ടും നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇതിൽ നിന്ന് ഒരു കയറും മറ്റേ സൈഡിൽ നിന്ന് ഒരു കയറും എടുത്ത് ഇവിടെയും കെട്ടുക. കണ്ടോ. അപ്പോൾ ഈ സൈഡ് കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ സൈഡും കെട്ടുക. 2ഉം ഒരേ സൈഡിലായിട്ട് കെട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു പ്ലാൻ ഹാങ്ങിങ് അതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് വീട്ടിലെ കയറോ അല്ലെങ്കിൽ പഴയ തുണിയോ ഒക്കെ വെച്ച് ചെയ്യാവുന്നതാണ്. കയറ് തന്നെ വേണമെന്നില്ല കേട്ടോ. പഴയ തുണിയോ എന്തെങ്കിലും കട്ടിയുള്ള പൊട്ടിപ്പോവാത്ത എന്തെങ്കിലും എടുത്താൽ മതിയാവും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. സിമ്പിളായിട്ട് നമുക്ക് പൈസയൊന്നും ചിലവില്ലാതെ തന്നെ പ്ലാന്റ് വീട്ടിൽ ഹാങ് ചെയ്യാം. ഇപ്പോൾ ഇൻഡോർ ആയിട്ടോ അല്ലെങ്കിൽ ഔട്ട്ഡോർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് മണ്ണ് നിറയ്ക്കണം. മണ്ണ് നിറച്ചിട്ടാണ് നമ്മൾ ചെടി നടുന്നത്. ഞാനിപ്പോൾ മണ്ണ് നിറച്ചിട്ടുണ്ട്. ഒരു 3/4 ഭാഗത്തോളം മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫില്ല് ചെയ്യുക. അതിൻ്റെ കൂടെ ഞാനൊരു മണി പ്ലാന്റും കൂടെ ഒന്ന് നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിത് ഹാങ് ചെയ്യണം. ഇനി ഇത് മുകളിലേക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്യാൻ ഞാനിപ്പോൾ സിറ്റ് ഔട്ടിലാണ് ഹാങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഏത് വീഡിയോ കാണണമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. താങ്ക് യു.